ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ടിനി ടോം. പക്ഷെ നമ്മൾ തമ്മിൽ 3 പേർക്കും തമ്മിലൊരു സാമ്യമുണ്ട്. എനിക്കറിയില്ല. ദുബായിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും എയറിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക്. ഫ്ലൈറ്റ് വേണമെന്നില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമല്ലേ ഇപ്പൊ, നിങ്ങൾക്കൊക്കെ ഉള്ളൂ. ഞാൻ അതിൽ നിന്ന് മാറി. ഞാനിപ്പോ ഒന്ന് സ്വന്തമായി എടുത്ത് കുറച്ച് അതിൽ നിന്നൊന്ന് മാറി നിൽക്കുവാണ്. ആൾക്കാർ മാറിയെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ, ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കി. ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കാനും നോക്കിയിട്ടില്ല, ഫാൻസിനെ ഹേറ്റേഴ്സ് ആക്കാനും നോക്കിയിട്ടില്ല. ഞാൻ ആരാണോ ഞാൻ അങ്ങനെ നിന്നിട്ട് മാത്രമേ ഉള്ളൂ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. അതിപ്പോ എയർ ആണേലും അണ്ടർഗ്രൗണ്ട് ആണേലും ഐ ഡോണ്ട് റിയലി ഗിവ് എ ജാക്ക്. ദൈവമേ ഇവിടുന്ന് നാശമാക്കും. ഐ ഡോണ്ട് റിയലി കെയർ. അത് ഡസന്റ് മാറ്റർ. ബട്ട് ഐ തിങ്ക് അത് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. അത് എൻജോയ് ചെയ്യൂ. എന്നെ കൊല്ലടി കൊല്ല്. എല്ലാവർക്കും ഇപ്പൊ രാജമൗലി ഒന്നും വേണ്ട സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ ഈ ഒരൊറ്റ മൊബൈൽ മതി. ഇപ്പൊ എന്താ പറഞ്ഞ? എല്ലാവർക്കും ഇപ്പൊ രാജമൗലി ഒന്നും വേണ്ട സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ ഈ ഒരൊറ്റ മൊബൈൽ മതി. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ടിനി ചേട്ടാ, ഞാൻ പേഴ്സണലി ഒരു സല്യൂട്ട് പറയുന്ന ഒരു മൊമെന്റ് ആണ്. കാരണം ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ഞാൻ നോക്കുന്ന ഒരു ദിവസം മൊത്തം കല്ലേറാണ് ടിനി ചേട്ടനെതിരെ. സ്വാഭാവികം. ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ഇതാണ് അപ്പൻ എന്ന ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത് ഫുള്ള് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കയ്യടി മേടിച്ച ഒരാളായി ടിനി ചേട്ടൻ എന്ന അപ്പൻ. കൺഗ്രാറ്റ്സ്. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ റിയൽ ഫാൻസിനെ കിട്ടി. കാരണം ഡയലോഗ്, സോറി ഐ മിസ് ദിസ് ഡയലോഗ്. അല്ല, എന്ത് സംഭവിച്ചാലും നിന്റെ അപ്പം കൂടെ ഉണ്ടാന്ന് പറഞ്ഞു. പൊളി. കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.